ഹലോ ഗെയ്സ്, നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കപ്പയും മീൻകറിയും. അതിനുവേണ്ടി 1/2 കിലോ അയില വാങ്ങിയിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അയിലക്കറി ഉണ്ടാക്കാൻ വേണ്ടി മുളക് വറുത്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ മല്ലിയും വറുത്തെടുക്കാം. പിന്നെ ഞാൻ മല്ലി വറുത്ത് പൊടിച്ച് വെച്ചതും കൊണ്ട് ഇതിൻ്റെ കൂടെ വറുക്കുന്നില്ല. വറുത്ത മുളക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ച മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി 1 സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. വേണമെങ്കിൽ ഇതിലേക്ക് 1 പിടി തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി സാധാരണ പോലെ ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായി വഴറ്റിയെടുക്കാം. ഇന്നത്തെ എൻ്റെ പാചകം വിറകടുപ്പിൽ കേട്ടോ. ഇന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഉള്ളിയിലേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ കൊടംപുളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി ഉള്ളിയെല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾ നേരത്തെ അരക്കുമ്പോൾ ഇട്ട് കൊടുത്തല്ലോ, ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. അരപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5-10 മിനിറ്റ് സമയം വേവാൻ വേണ്ടി വെക്കാം. മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി അയിലക്കറി. ഇനി കപ്പയിലേക്ക് പോവാം. കപ്പ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കപ്പ മുങ്ങാൻ വേണ്ടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഇത് 2 വിസിലടുപ്പിച്ച് എടുക്കാം. 2 വിസിലേ അടിച്ചിട്ടു കേട്ടോ കപ്പക്ക്. പക്ഷെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. 1 വിസിൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ നല്ല കപ്പ. ഇത് പച്ചവെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. ഇപ്പം കപ്പയിലേക്ക് കുറച്ച് തേങ്ങ, കാന്താരി, വെളുത്തുള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ച കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചതച്ച് വെച്ച തേങ്ങയും മുളകും വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് വെന്ത കപ്പ. നല്ല ടേസ്റ്റുണ്ട് ഈ കപ്പക്ക്. ഇനി ഇത് ഈ തേങ്ങയിലൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് വെച്ച് കൊടുക്കാം. കപ്പ റെഡി. ഇനി നല്ല അടിപൊളി അയിലക്കറിയും കൂട്ടിയിട്ട് കപ്പ തിന്നണം.